യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് അടിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ വീട്ടിൽ പോയതെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ കണ്ണൂരിലും മലപ്പുറത്തും കൊച്ചിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. വീട്ടിൽ കയറിയുള്ള അറസ്റ്റ് അസാധാരണ നടപടിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു. ഇത് ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തില് ആശുപത്രി വിട്ട് 2-3 ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാലുടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. രാഹുൽ മാങ്കൂട്ടത്തില് നാട്ടിലുള്ള ആളല്ലേ, അപ്പൊ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്. വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ധനിയ, ഈ വാദം പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞിരുന്നപ്പോൾ വീണ്ടും കോടതി ചേർന്നു. ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് മുൻപ് വീണ്ടും വൈദ്യപരിശോധനയിലേക്ക് പോവുകയാണ്. കോടതി നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന വീണ്ടും നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. നേരത്തെ ഈ വാദം കേട്ട സമയത്ത് പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് 3 ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചികിത്സ തേടിയിരുന്നു, ആശുപത്രിയിലായിരുന്നു, ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തത് തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യമാണ് പറഞ്ഞത്. രാവിലെ ഫോർട്ട് ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന കന്റോൺമെന്റ് പോലീസ് നടത്തിയിരുന്നു. ഇതിന് പുറമെ വീണ്ടും വൈദ്യപരിശോധനയ്ക്കാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫോർട്ട് ആശുപത്രിയിൽ തന്നെയായിരിക്കുമോ ഈ പരിശോധന എന്ന കാര്യം വ്യക്തമല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ കൊണ്ടുപോകുമോ എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഏതായിരുന്നാലും വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. രാവിലെ വലിയ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്.
നോട്ടീസ് പോലും നൽകാതെയാണ് രാഹുലിനെ വീട്ടിൽ നിന്ന് പുലർച്ചെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന കാര്യം പ്രതിഭാഗം പറഞ്ഞിരുന്നു. സ്റ്റേഷനിലെത്തിച്ച ശേഷമാണ് ഈ നോട്ടീസിൽ ഒപ്പിടിയിച്ചത്. മാത്രവുമല്ല, നേരത്തെയുള്ള കേസുകൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വിളിക്കുമ്പോൾ കൃത്യമായി എത്തിയിരുന്ന ആളാണ്, സ്റ്റേഷനിലെത്തി അന്വേഷണവുമായി സഹകരിച്ച ആളാണ്. അങ്ങനെ ഉള്ള ഒരാളിനെ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലാകട്ടെ പോലീസ് പറഞ്ഞിരുന്നത് സ്ത്രീകളെ മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടം പട്ടിക കൊണ്ട് പോലീസുകാരെ ആക്രമിച്ചു. ഈ അക്രമത്തിലേക്ക് തള്ളിവിട്ടത്, അവരെ പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. ഈ മുഴുവൻ സമയവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമാനമായ 2 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന കാര്യം കൂടി പോലീസ് കോടതിയെ ധരിപ്പിച്ചു. അതിനിടയിലാണ് ഈ പ്രതിഭാഗം രാഹുലിന്റെ അഭിഭാഷകൻ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ കോടതിയെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു, ചികിത്സ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ഈ ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ വിധി പറയുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നന്ദി വിനോദ്. അറസ്റ്റിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ. അക്രമം ആര് ചെയ്താലും പോലീസ് നടപടി നേരിടേണ്ടി വരുമെന്ന് ജയരാജൻ പറഞ്ഞു. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലും ഒക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ക്രമസമാധാനം പാലിക്കാൻ മുന്നോട്ട് വരുന്ന പോലീസിനെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ച് അവരുടെ ക്രമസമാധാന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകളുണ്ടാകും, നടപടി ഉണ്ടാകും. അതാണ് പോലീസ് ക്രമസമാധാന രംഗത്ത് നടത്തേണ്ടത്. അത്രമാത്രമേ കേരള പോലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്നവർ ആരായാലും രാഷ്ട്രീയവും മുഖവും നോക്കാതെ നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അറസ്റ്റെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഒരു അറസ്റ്റ് നടത്തണമെങ്കിൽ എവിഡൻസ് ഫസ്റ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അറസ്റ്റിനെ ഒരു ധൃതിയില്ല, നമുക്ക് എവിഡൻസ് ആണ് ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി. എവിഡൻസ് കിട്ടി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. കാരണം അതിന് ടാക്ടിക്സ് കൂടെ ഉണ്ട്. അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല നമ്മൾ. സോ വി അറസ്റ്റ് ഇൻ എ ടാക്ടിക്കൽ മാനർ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ആണെങ്കിൽ ഒരു വി റിസ്ട്രെയിൻ എ പേഴ്സൺ. സോ അതിൻ്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഇത് എല്ലാ കേസസിലും നടക്കുന്ന കാര്യമാണ്. ഇത് PDPP കേസുമാണ്, നോൺ അവൈലബിൾ ആണ്. പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു. അതിൻ്റെ ഒരു 2-3 ബസ്, പിന്നെ ഒരു പിങ്ക് പെട്രോൾ, ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട്. നിയർലി 1 lakh rupees of loss is there. That will also be recovered. Arrest is only one step in the investigation. Arrest മാത്രമല്ല. അറസ്റ്റ് ആയി കഴിഞ്ഞാൽ നാളെ ബെയിൽ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. എവിഡൻസ്, പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ്. അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ, വേറെ എന്തെങ്കിലും കൊയർസീവായിട്ട് പറയാനുണ്ടോ? ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല. അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും. അത് ഏത് കേസാണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദ പാർട്ടി. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പറ്റാത്തത്. വി ഹാവ് റിമൂവ്ഡ് പീപ്പിൾ, വി ഹാവ് റിമാൻഡഡ് പീപ്പിൾ, വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ, വി ഹാവ് രജിസ്റ്റേർഡ് നോൺ അവൈലബിൾ സെക്ഷൻസ്. മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. പാർട്ടി നോക്കില്ല, മുഖം നോക്കില്ല. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും, നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും. അതാണ് നമ്മുടെ ജോലി. 4 വയസ്സുകാരനായ മകനെ കൊന്നു ബാഗിലാക്കിയ അമ്മ അറസ്റ്റിൽ. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി CEO ആയ സുജന സേതാണ് അറസ്റ്റിലായത്. കുട്ടിയെ ആഴ്ചയിലൊരിക്കൽ അച്ഛനൊപ്പം വിടണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് തടയാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സൂചന. ഗോവയിൽ മുറിയെടുത്ത ശേഷമാണ് കുട്ടിയെ കൊന്നത്. Checked into service apartments of Soul Banyan hotels in Candoli Mary along with a boy, 4-year-old boy. And on the intervening night of 7th and 8th, that is 8th early morning, she demanded for a taxi to Bangalore. So people working in the hotel said
traveling to Bangalore by taxi will be very expensive compared to flight. You can book by flight, but she insisted on for a taxi, and an Innova taxi was arranged to her by the staff of the hotel. She immediately checked out and left from Goa. Once she checked out, the staff of the hotel, when they were cleaning the room, they found some red colored stains which is suspected to be blood. And there was another suspicion because when she came with the boy and she left, there was no boy. So immediately they informed the police station. The police station team under the leadership of PI Paresh immediately went to the police. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, എന്താണ് സംഭവിച്ചത്? പോലീസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ധന്യ, ഞെട്ടിക്കുന്ന അതിദാരുണമായ സംഭവമാണ് നടന്നത്. ബംഗളൂരുവിലെ പ്രമുഖ ബിസിനസ് സംരംഭകയും സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒയുമായ സുജേന സേത്താണ് 4 വയസ്സുകാരനായ മകനെ കൊന്ന് ട്രാവൽ ബാഗിലാക്കി കടന്നു കളയാൻ ശ്രമിച്ചത്. ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് സുജേന സേത്ത്. ഭർത്താവിന് കഴിഞ്ഞ ദിവസം കോടതി ഒരു അനുമതി നൽകിയിരുന്നു. കുട്ടിയെ എല്ലാ ഞായറാഴ്ചയും വന്ന് കാണാനുള്ള അനുമതി നൽകിയിരുന്നു. ഇതിൽ ഉള്ള ദുഃഖം അല്ലെങ്കിൽ ഈ ഒരു വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണം എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഏതായാലും സുജേന സേത്തിനെ ഇപ്പോൾ ബാംഗ്ലൂർ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. സംഭവം നടന്നത് ഇങ്ങനെയാണ്. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ, അതായത് ജനുവരി 6-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച, ഈ സുജേന സേത്ത് മകനെയും കൂട്ടി ഗോവയിലേക്ക് പോകുന്നു. അവിടെ ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്യുന്നു. ആ റിസോർട്ടിൽ 2 ദിവസം താമസിച്ചതിന് ശേഷം 8-ാം തീയതി രാവിലെയാണ് സുജേന സേത്ത് തനിക്ക് ബംഗളൂരുവിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു ടാക്സി വേണം എന്ന ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ടാക്സിയിൽ ബാംഗ്ലൂരിൽ പോകുന്നത് വളരെ ചെലവേറിയതാണ്. അതുകൊണ്ട് വിമാനത്തിൽ പോകുന്നതല്ലേ നല്ലത് എന്ന് ഹോട്ടൽ ജീവനക്കാർ ചോദിച്ചുവെങ്കിലും തനിക്ക് ടാക്സി തന്നെ മതി എന്ന് ഇവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഒരു ടാക്സി ഏർപ്പാടാക്കി നൽകിയിരുന്നു. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഈ വന്നത് മകനോടൊപ്പമാണെങ്കിൽ സുജേത സേത്ത് തിരിച്ചുപോയത് ഒറ്റയ്ക്കായിരുന്നു. ഈ ടാക്സിയിൽ പോകുന്നതിനിടെ ഈ ഹോട്ടൽ റൂം ക്ലീൻ ചെയ്യാൻ, സുജേന സേത്ത് താമസിച്ച ഹോട്ടൽ റൂം വൃത്തിയാക്കാൻ ജീവനക്കാർ പുറപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ഒരു രക്തക്കറ കണ്ടെത്തുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധനയിലും ഇത് രക്തക്കറയാണ് എന്ന് കണ്ടെത്തി. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറെ ഫോണിൽ വിളിച്ച് സുജേന സേത്തുമായി ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ മകനെ, എവിടെയാണ് കാണാതായ മകനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവനെ മറ്റൊരിടത്ത് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ആക്കിയിരിക്കുകയാണ്, അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ആക്കിയിരിക്കുകയാണ് എന്നാണ് സുജേന മറുപടി നൽകിയത്. തുടർന്ന് ഈ പോലീസ് ഈ അഡ്രസ് പരിശോധിച്ചപ്പോൾ അത് ഫേക്കാണ് എന്ന് കണ്ടെത്തുകയും സുജേന സേത്തിനുമായി അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഹാജരാകണം എന്ന് ഈ ടാക്സി ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ ബാംഗ്ലൂരുവിലെ ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരാവുകയായിരുന്നു. തുടർന്ന് ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ട്രാവൽ ബാഗിനകത്ത് മകന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുജേന സേത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 2010-ലാണ് സുജേന സേത്തും വെങ്കിട്ട് രാമൻ എന്ന് പറയുന്നയാളും തമ്മിൽ വിവാഹിതരായത്. 2019-ലാണ് ഇവർക്ക് കുട്ടി ജനിക്കുന്നത്. 2020-ൽ ഇവർ തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. വിവാഹബന്ധം വേർപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വെങ്കിട്ട് രാമൻ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ്. ഈ സംഭവം അറിഞ്ഞ ഇയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സുജേന സേത്ത് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സംരംഭകയാണ്. AI മൈൻഡ്ഫുൾ ലാബ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ് ഇവർ. 100 ബ്രില്യൻ വിമൺ എത്തിക്സ്, അതായത് 100 ബ്രില്യൻ വുമൺ ഇൻ AI എത്തിക്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിത കൂടിയാണ് ഈ സുജേന സേത്ത്. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ വലയിലാക്കാനും സാധിച്ചു. ധന്യ. നന്ദി സുബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പഴയതെല്ലാം മരുന്ന് മാർച്ച് സംഘടിപ്പിക്കുകയും അറസ്റ്റ് വരിക്കാനും നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. രഞ്ജിനി, അതാണ് സാഹചര്യം. വലിയ പ്രതിഷേധത്തിലേക്ക് പത്തനംതിട്ട ജില്ല ഇന്ന് കടക്കുമെന്ന സൂചനകളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. നേതാക്കൾ അത്തരത്തിലുള്ള പ്രതികരണമുണ്ടാകുന്നു. വരും മണിക്കൂറിൽ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതിലിപ്പോൾ
ശശി സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. തലസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഒപ്പം മറ്റ് ജില്ലാ കേന്ദ്രങ്ങളും കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായി നിയമപരമായി ഒരു വശത്തു കൂടി പോകുമ്പോൾ പോലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് ഇത് എത്തിക്കുമല്ലോ. കാരണം പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം, ഇനി 3 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ ആയുധം കൂടിയായി മാറും. എങ്ങനെയാണ് കോൺഗ്രസ് കാര്യങ്ങളെ വരും മണിക്കൂറുകളിൽ പ്ലാൻ ചെയ്യുന്നത്? സ്വാഭാവികമായും രജനി നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കാം. ഇവിടെ എത്തിച്ചായിരിക്കാം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. എന്തായാലും അത്തരമൊരു നടപടിയുമായി പോലീസ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കും വലിയ പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത. സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇതൊരു കേവലം ഒരു ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചാണ്. ആ പ്രതിഷേധ മാർച്ചിന്റെ നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാകുന്നത്. സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ശബ്ദം കൂടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി. അടൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഡാൻ കുര്യൻ, ശശിനാരായണൻ എന്നിവർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം ഡാനിലേക്ക് പോവുകയാണ്. ഡാൻ, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അറസ്റ്റിലായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് സാഹചര്യം? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അക്രമാസക്തമായത്. അതിൽ പ്രതിപക്ഷ നേതാവ് LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനും SFI ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങൾക്കുമിടയിലും തൊടുപുഴയിൽ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ മടങ്ങി. തൊടുപുഴയിലേക്ക് എത്തുമ്പോഴും തൊടുപുഴയിൽ നിന്ന് മടങ്ങുമ്പോഴും വഴിയിലുടനീളം ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടുകയും ചെയ്തു. മടക്കയാത്രയിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പ്രതിഷേധങ്ങളെ ഭയമില്ലെന്ന് ഗവർണർ പറഞ്ഞു. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് LDF ഹർത്താൽ നടത്തുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലേക്ക് എത്തിയത്. ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടം തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പലയിടത്തും തന്നെ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചു. പലയിടങ്ങളിലും കനത്ത പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അവരെ വകഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ കരിങ്കൊടി വീശുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പക്ഷേ എവിടെയും റോഡിലേക്ക് കടന്നു വന്നുകൊണ്ട് ഗവർണറുടെ വാഹനത്തെ തടസ്സപ്പെടുത്താനോ യാത്ര തടസ്സപ്പെടുത്താനോ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൊടുപുഴയിലേക്ക് എത്തിയത്. തൊടുപുഴയിൽ അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെയും തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരാമർശിച്ച് പോവുകയും ചെയ്തു. നേരത്തെയും തനിക്കെതിരെ പല രീതിയിലുള്ള അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തന്നെ പഴയ കാലത്തുണ്ടായിരുന്നു. 35-ാം വയസ്സ് മുതൽ താനിത് കാണുന്നുണ്ട്. അന്ന് ഭയപ്പെട്ടിരുന്നില്ല, ഇപ്പോഴും താൻ അതിന് ഒട്ടും ഭയപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ സമ്മർദ്ദത്തിലാക്കി ചില കാര്യങ്ങൾ നേടാനാണ് ചിലരുടെ ശ്രമം. അത് നടക്കില്ലെന്നും ഭൂനിയമം സംബന്ധിച്ച ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സർക്കാരിന് പലതവണ അതിന് കുറിപ്പെഴുതിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. I do not know the reason for the call to go for Hartal today. I do not know the reason. We received many petitions against this bill which has been passed by the Assembly. Immediately we sent the bills to the government for their remarks, for their comments.
The first letter was sent either in September or October. Later, we sent 3 reminders to the government. So far, no response has come from the government. Some people are used to bully tactics, pressure tactics. ചടങ്ങിന് ശേഷം പുറത്തേക്കിറങ്ങിയ ഗവർണർ വേദിക്ക് പുറത്ത് റോഡരികിൽ കാത്തുനിന്നവരോട് സംസാരിച്ചു. അവർക്ക് അരികിലേക്ക് അദ്ദേഹം കാർ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈകൊടുത്തു. അവരോട് സംസാരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. തുടർന്ന് തൊടുപുഴ ഗസ്റ്റ് ഹൌസിലേക്കായിരുന്നു ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയിരുന്നത്. അവിടെയും പോകുന്ന വഴിയെല്ലാം തന്നെ പ്രതിഷേധങ്ങളുടെ വലിയ നിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തൊടുപുഴ ഗസ്റ്റ് ഹൌസിൽ എത്തിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തിരിച്ച് എറണാകുളത്തേക്ക് ആണ് അദ്ദേഹം മടങ്ങിയത്. വഴിയിലുടനീളം പ്രതിഷേധം തന്നെയായിരുന്നു ഇന്നുണ്ടായത്. ഏതായാലും ഇവിടേക്ക് ഈ പ്രതിഷേധത്തിനിടയിലും ഗവർണർ ഇവിടെ വരികയും ഒരിടവേള അവർക്ക് പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹം പ്രതിഷേധങ്ങൾക്കിടയിലും ചടങ്ങ് പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. അയോധ്യ ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയെ ഹരിതാഭമാക്കുകയാണ് അധികൃതർ. നഗരത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പണികൾ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിച്ച് അയോധ്യയെ ഹരിതാഭമാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് നഗരത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ചെടികളല്ല, രാമായണ യുഗത്തിലെ മരങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ചെടികളുമാണ് ഈ നിരത്തുകളിൽ തണൽ വിരിക്കുക. 50,000 ചെടികൾക്കുള്ള ഓർഡറാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ നട്ടുകഴിഞ്ഞു, ബാക്കി ചെടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ചെടികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ വിശാൽ സിംഗ് പറയുന്നു. പച്ചപ്പിനപ്പുറം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ട് ഹോർട്ടിക്കൾച്ചർ പുഷ്പച്ചെടികളും വെച്ചുപിടിപ്പിക്കുമെന്നും വിശാൽ സിംഗ് പറയുന്നു. अभी इन्होंने 2 साइडें हमें दी हैं. एक रामपथ दिया है जिसकी लंबाई लगभग 3 किलोमीटर से ज़्यादा है. इसके बाद जैसे काम खत्म होगा धर्मपथ का काम शुरू कर दिया जाएगा. सब कलर वाइज हैं, मिक्स कलर नहीं है. वाइट है, ऑरेंज है, पिंक है, पर्पल है, अलग अलग पैचेस में पौधे लगाए जा रहे हैं. जब इनमें फूल आएगा ना तो पूरा सड़क रंगीन दिखेगी. ये തംസ നദിക്കര ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നു. ദേവദാരു, അശോകം, പാരിജാതം തുടങ്ങിയ മരങ്ങളാണ് ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 22-ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നഗര സൗന്ദര്യവൽക്കരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി